السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ തുടങ്ങിയ സൂറത്തു അൽ ബയ്യിനയുടെ തഫ്സീറാണ് ഇന്ന് തുടരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാവരും അടുത്തടുത്തിരിക്കുക. ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നവർ ദൂരെ ഇരിക്കാതെ അടുത്തടുത്ത് ചേർന്നിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണിത്. ചേർന്നിരിക്കുക, വിട്ടുമാറാതിരിക്കുക, മനസ്സുകൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കാതിരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖ الذين اوتوا الكتاب الا من بعد ما جاءتهم البينة. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാഫിറുകൾ, അവർ അഹ്ലുൽ കിതാബിൽപ്പെട്ടവരാകട്ടെ, അതല്ല ബാക്കിയുള്ള ദീനിൽപ്പെട്ട മുശ്രിക്കുകളാവട്ടെ, അവർ അവരുടെ കുഫറിൽ, അവരുടെ ദലാലത്തിൽ തന്നെയായിരുന്നു. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരേക്കും. എന്താണ് അൽ ബയ്യിന എന്ന് പറഞ്ഞാൽ? റസൂലുൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു റസൂലാണ്, ദൂതനാണ്. ആ റസൂൽ എന്താണ് ചെയ്യുന്നത്? യത്ലൂ, പാരായണം ചെയ്യുന്നു. സുഹുഫൻ മുതഹ്ഹറ, പരിശുദ്ധമായ ഏടുകൾ അവർക്കായി ഓതിക്കൊടുക്കുകയാണ്. ഫീഹാ കുതുബുൻ ഖയ്യിമ, അതിലുണ്ട് നേരായ കുതുബ്. കിതാബിന്റെ ബഹുവചനമാണ് കുതുബ്. ഖയ്യിമ എന്ന് പറഞ്ഞാൽ നേരായ, ഏറ്റവും ശരിയായത് പഠിപ്പിക്കുന്ന. സിദ്ഖൻ ഫിൽ അഖ്ബാർ ആദിലൻ ഫിൽ അഹ്കാം, പറഞ്ഞു തരുന്ന വിവരങ്ങളിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചാകട്ടെ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാകട്ടെ, അതൊക്കെ പൂർണ്ണമായും സത്യസന്ധമാണ്. അതുപോലെ പഠിപ്പിക്കുന്ന വിധികൾ, വിലക്കുകൾ, അതൊക്കെ പൂർണ്ണമായും നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് നബിമാർ പഠിപ്പിച്ചിട്ടുള്ള കിതാബുകളുടെ എല്ലാം പ്രത്യേകത. എന്നാൽ വമാ തഫറഖൽ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, കുഫറിലായ ബലാലത്തിലായ ആളുകൾ അള്ളാഹുവിന്റെ തെളിവ് കിട്ടിയാൽ അവർ നേർമാർഗത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരെ ബലാലത്തിൽ തന്നെ തുടരാൻ അവൻ ഉദ്ദേശിച്ചേക്കും. മഹാഭാഗ്യം കെട്ട ആളുകളാണ് അവർ. അവരെ ഓർത്ത് നബിയെ താങ്കൾ അത്ഭുതപ്പെടേണ്ടതില്ല, താങ്കളുടെ നഫ്സിനെ തന്നെ നശിപ്പിക്കുന്ന നിലക്ക് സങ്കടപ്പെടേണ്ടതില്ല. മറിച്ച് മുമ്പും ഇങ്ങനെ തന്നെയാണ്. ഭിന്നിപ്പിന്റെ സത്യത്തോട് എതിർപ്പ് കാണിച്ച ആളുകളുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അവർ ഹക്ക് അറിയാനിട്ടല്ല പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, മറിച്ച് കിട്ടിയതിനു ശേഷം തന്നെയാണ്. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ്, കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ, ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ ബയ്യിന, തെളിവ് വന്നു കിട്ടിയിട്ടല്ലാതെ. അതിനുശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ബലാലത്തിലാക്കും. അടുത്ത ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ, അല്ലാഹു പറയുകയാണ്, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു, ഉമിറ എന്ന് പറഞ്ഞാലോ കൽപ്പിക്കപ്പെട്ടു. അതിന്റെ മജ്ഹൂലായ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളെ പറയാത്ത സീഗയാണ്, രൂപമാണ് മജ്ഹൂലായ രൂപം. അങ്ങനെയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനല്ലാതെ.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? മുഖ്ലിസീൻ, ഇഖ്ലാസോടെ, കലർപ്പില്ലാതെ. ഒരു കാര്യം ഖലഫ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒന്നും കലരാത്ത പരിശുദ്ധമായതെന്നാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ കീഴ്വണക്കം അത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇബാദത്ത് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുണ്യകരമായ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. ഇതിനാണ് ആം പറഞ്ഞതിന് ശേഷം പിന്നെ ഖാസ് പറയുക എന്ന് പറയും. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാസ് പറഞ്ഞതിന് ശേഷം പിന്നെ ആം പറയും. ഏതുപോലെ വസ്ജുദു ലില്ലാഹി വഅബ്ദു എന്ന് പറയുന്നത് പോലെ വസ്ജുദു ലില്ലാഹി വഅബ്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക, വഅബ്ദു അവനെ ഇബാദത്ത് ചെയ്യുക. അതെന്താണ്? ഖാസ് പറഞ്ഞതിന് ശേഷം പിന്നെ ആം പറഞ്ഞു. ആദ്യം ഇബാദത്തുകൾപ്പെട്ട ഒരു ഇനമാണ് സുജൂദ്, അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു വഅബ്ദു അവനെ ഇബാദത്ത് ചെയ്യുക, അതിൽ സുജൂദ് പെട്ടു. ഇവിടെ എന്താണ്? ഇബാദത്ത് പറഞ്ഞതിന് ശേഷം പിന്നെ ആ ഇബാദത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ പറയും. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു ശൈലിയാണിത്. ആം പറഞ്ഞതിന് ശേഷം ഖാസ് പറയും, ചിലപ്പോൾ ഖാസ് പറഞ്ഞതിന് ശേഷം ആം പറയും. വയുഖീമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്താനല്ലാതെ ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതുപോലെ നമസ്കാരം നിലനിർത്താനും. വയുഅ്തുസ് സകാത്ത്, സകാത്ത് കൊടുക്കുവാനും. വദാലിക ദീനുൽ ഖയ്യിമ, വദാലിക അതാകുന്നു ദീനുൽ ഖയ്യിമ, നേരായ ദീൻ, ശരിയായ ദീൻ എന്ന് പറഞ്ഞാൽ. ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതിയതിനു ശേഷം നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, فما أمروا في سائر الشرائع إلا أن يعبدوا الله مخلصين له الدين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതൊരു ശരീഅത്തുമായി ഏതൊരു നബി അയച്ചിട്ടുണ്ടോ അവരെല്ലാം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. الله سبحانه وتعالى سورة الأنبياء പറഞ്ഞു وما أرسلنا من قبلك من رسول, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ല നൂഹി ഇലൈഹി, ആ റസൂലിനെ നാം വഹി നൽകിയിട്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു റസൂലിനെയും താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, നാം എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അൻ ഇഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ. വജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കണം. അത്വാഗൂത്ത്, താഗൂത്തിനെ ഉപേക്ഷിക്കണം. താഗൂത്ത് എന്ന് പറഞ്ഞാൽ
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം അതാണ് വളരെ കൃത്യമായ വിശദീകരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു മാ തജാവസ ബിഹിൽ ഹദ്ദു മിൻ മഅബൂദിൻ ഔ മുതാഇൻ ഔ മത്ബൂഇൻ. ഇബാദത്തിൽ ആരൊക്കെ അതിര് കവിഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ ആ ആരാധിക്കപ്പെടുന്നതൊക്കെ താഗൂത്തിലാണ് പെടുക. എന്ന് പറഞ്ഞാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്നുണ്ട്, മറിയം അലൈഹസ്സലാം അവർ ആരാധിക്കപ്പെടുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവർ താഗൂത്താണോ? അല്ല, മറിച്ച് സ്വന്തം ഇബാദത്ത് തൃപ്തിപ്പെടുന്ന ആളുകൾ, അതൊക്കെ താഗൂത്താണ്. അതല്ലാത്ത ആരാധ്യ വസ്തുക്കളൊക്കെ താഗൂത്തിലാണ് പെടുക. അതുപോലെ അതിര് കവിഞ്ഞിട്ടുള്ള മത്ബൂഅ്, അതിര് കവിഞ്ഞിട്ടുള്ള മത്ബൂഅ് എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടുന്ന ആൾ, നേതാവായിട്ടുള്ള ആൾ, അയാൾ അള്ളാഹുവിനെതിരായി അനുസരിക്കുന്നതും അയാൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്താണ്? അയാൾ താഗൂത്താണ്. അള്ളാഹുവിനെതിരായി അയാൾ അനുസരിക്കപ്പെടുകയാണ്, അയാൾ അത് തൃപ്തിപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾ അതിനെതിരിൽ സംസാരിക്കുന്നില്ല, അയാൾ ഉണ്ടാതിരിക്കുകയാണ്, എങ്കിൽ അയാൾ താഗൂത്താണ്. നേരത്തെ പറഞ്ഞ ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആൾ ദൈവങ്ങൾ, അവർ താഗൂത്തിനാണ്. അതുപോലെ ഗൈബ് അറിയാം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന പല ആളുകളും അവർ അതിനെതിരിൽ മിണ്ടാതിരിക്കണം. പല തങ്ങന്മാരും അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല തങ്ങന്മാർക്കും ഗൈബ് അറിയാം, അവർക്ക് സാധാരണ മനുഷ്യർക്കില്ലാത്ത പല കഴിവുകളുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ഈ ആളുകൾക്ക് അറിയുകയും ചെയ്യാം, എന്നിട്ട് അതിനെതിൽ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അവൻ താഗൂത്താണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ ശാശ്വതരാണെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് ഉലൈക അസ്ഹാബുൻ-നാർ ഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ അൽ-ബഖറയിൽ ആയത്തുൽ കുർസിയിന് ശേഷം തൊട്ടടുത്തതിന് അടുത്തുള്ള ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ വലി, അവരുടെ രക്ഷാധികാരി അവനാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അല്ലാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അല്ലാഹുവിന്റെ പ്രകാശത്തിലേക്ക് അവൻ നയിക്കുന്നു, അവന്റെ നബിമാരിലൂടെ, അവന്റെ കിതാബുകളിലൂടെ. എന്നാൽ വല്ലദീന കഫറു, കാഫിറുകളുടെ ഔലിയാ ആരാണ്? ഔലിയാഉഹുമുത് താഗൂത്ത്, താഗൂത്താണ് അവരുടെ രക്ഷാധികാരികൾ, അവരുടെ കൂട്ടുകാർ താഗൂത്താണ്. അവരെന്താണ് ചെയ്യുന്നത്? യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, അവരെന്താണ് ചെയ്യുന്നത്? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണ്? ശുദ്ധ പ്രകൃതിയിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ഇസ്ലാമിലാണ്. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവനെ നസ്രാനിയാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത്, അഗ്നിയാരാധകനാക്കുന്നത്. അപ്പോ താഗൂത്തുകൾ എന്താണ് ചെയ്യുന്നത്? വെളിച്ചത്തിൽ നിന്ന് ഇവരെ ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹു പറഞ്ഞു, ഉലൈക അസ്ഹാബുൻ-നാർ, അവർ നരകത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവരുടെ ശാശ്വതനാണ്. താഗൂത്തുകൾ അതിൽപ്പെട്ടു. അപ്പോൾ സ്വയം ഇബാദത്ത് ചെയ്യപ്പെടുന്നത് തൃപ്തിപ്പെടുന്ന ആളുകൾ, അതിനെതിരെ അവർ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ തൃപ്തിപ്പെടുന്നത് തന്നെയാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. പല ആളുകളും അങ്ങനെയാണ്. കുറച്ചു കാലം മുമ്പ് അങ്ങനെ ബന്ധപ്പെട്ടൊരു വിവാദം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. അത് വിശദീകരിക്കുന്നില്ല, പല ആളുകൾക്കും അറിയാം അല്ലേ. ആത്മീയ നേതാവായി കാണപ്പെടുന്ന ആളുകൾ, അപ്പോൾ ഒരാൾ അയാൾ ആത്മീയ നേതാവല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടായി. എന്നാലോ ഇയാൾ തിരുത്തി പറഞ്ഞില്ലല്ലോ, ഞാൻ ആത്മീയ നേതാവൊന്നുമല്ല എന്ന് തിരുത്തി പറയാൻ ഇത് പറയപ്പെട്ട ആളുകൾ അവർ തയ്യാറാകുന്നില്ല. വളരെ വലിയ അപകടമാണിത്. അപ്പോൾ മഅബൂദ്, എല്ലാ മഅബൂദും ഇബാദത്ത് തൃപ്തിപ്പെടുന്ന അല്ലാഹു അല്ലാത്ത എല്ലാ ആളുകളും താഗൂത്തിൽപ്പെട്ടു. അതുപോലെ തന്നെ മത്ബൂഅ്, അനുസരിക്കപ്പെടുന്ന നേതാക്കന്മാർ, അള്ളാഹുവിനെതിരിൽ അവർ അനുസരിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെതിരായി അവർ പറഞ്ഞാലും ആളുകൾ അനുസരിക്കുന്നത് അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ താഗൂത്ത് എന്ന ഗണത്തിലാണ് അവർ പെടുക. അതുപോലെ തന്നെ മുതാഅ്,
അനുസരണത്തിൽ അവർ അതിര് കവിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കേണ്ടതിന് പകരം ഇവരനുസരിക്കുക. അവർ താഗൂത്തിലാണ് പെടുക. ഇബ്ലീസ് താഗൂത്തിന്റെ കൂട്ടത്തിലാണ്, ഫിറഔൻ താഗൂത്തിലാണ്. അതിനുള്ള ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് അദി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുള്ള ചോദ്യവും റസൂലുള്ളാഹി നൽകിയിട്ടുള്ള ഉദാഹരണവും. അദി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു മുമ്പ് നസ്രാനിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞു, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം. അല്ലാഹു പറഞ്ഞു, അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും, ഹിബ്ർ എന്ന് പറഞ്ഞാൽ യഹൂദികളിലെ പണ്ഡിതനെയാണ് ഹിബ്ർ എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അഹ്ബാർ, അവരിലെ റബ്ബിമാർ, ജൂത റബ്ബിമാർ. അതുപോലെ റാഹിബ് എന്നാണ് നസ്രാനികളിലെ അവരുടെ പാതിരിമാരെ അറബിയിൽ പറയുക. അതിന്റെ ബഹുവചനമാണ് റുഹ്ബാൻ. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ഈ പുരോഹിതന്മാരെയും പാതിരിമാരെയും അവർ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി. അദി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നബിയെ ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദി ബിൻ ഹാത്തിമിനോട് മറുപടി പറഞ്ഞത്? അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അവർ ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹലാലായി സ്വീകരിക്കാറുണ്ടായിരുന്നില്ലേ? അദി പറഞ്ഞു, അതെ, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞൊരു കാര്യം അവർ ഹറാമാണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ്? അവർ സഭ കൂടും, എന്നിട്ട് തീരുമാനിക്കും. ചിലരെ വാഴ്ത്തപ്പെട്ടവരാക്കും, ചിലരെ താഴ്ത്തിക്കളയും, അങ്ങനെ പലതും അവർ തീരുമാനിക്കും. അങ്ങനെ അവർ അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരായി തീരുമാനിച്ചാൽ, അള്ളാഹു ഹറാമാക്കിയത് അവർ ഹലാലാക്കിയാൽ, അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കിയാൽ നിങ്ങളത് സ്വീകരിക്കുമായിരുന്നില്ലേ? അദി ബിൻ ഹാത്തിം പറഞ്ഞു, അതെ, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. തിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ഇബാദത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ടുകൊടുത്തിട്ട്, ഖുർആനിൽ ആയത്ത് പറഞ്ഞു കൊടുത്തിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് അതവന് വ്യക്തമായിട്ടും അവനവന്റെ നേതാക്കന്മാരെ, അവൻ തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കാനാണ് അവൻ തയ്യാറാകുന്നതെങ്കിൽ കുഫറാണ് യഥാർത്ഥത്തിൽ. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ ഉപേക്ഷിക്കണം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏത് നബിയും വന്നിട്ട് ജനങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എന്താണ് ഇലാഹിന്റെ അർത്ഥം? അൽ മഅബൂദ് ബിൽ ഹഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളതാണ്. ഈ ഇലാഹിന്റെ അർത്ഥമാണ് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇലാഹിന്റെ അർത്ഥം സൂഫികൾ മനസ്സിലാക്കിയിട്ടുള്ളത് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല, എല്ലാം അല്ലാഹുവാണ്, എല്ലാത്തിനും അല്ലാഹു ഉണ്ട് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. കാണുന്നതൊക്കെ അവർക്ക് ഇലാഹാണ് ഈ വിശ്വാസപ്രകാരം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകളുടെ, ഹിന്ദുക്കളുടെ വിശ്വാസം. എല്ലാത്തിലും അല്ലാഹു ഉണ്ട്, അതുകൊണ്ട് എല്ലാത്തിനെയും ആരാധിക്കാം, തൂണിനെയും തുരുമ്പിനെയും എല്ലാത്തിനെയും ആരാധിക്കാം, അല്ലാഹു എല്ലാത്തിനും ഉള്ളത് കൊണ്ട്. ഇതൊരിക്കലും ഇസ്ലാമിലുള്ള വിശ്വാസമല്ല, ഇസ്ലാമിന് പുറത്താണ്, ശിർക്കിന്റെ വിശ്വാസമാണ്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലാഹു ഫിസ്സമ, അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്, അവൻ ഉപരിയിലാണ്. എന്താണ് തെളിവ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഇത്ര വ്യക്തമായ തെളിവാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, നീ തസ്ബീഹ് നടത്തുക നിന്റെ റബ്ബിനെ. ആരാണ് നിന്റെ റബ്ബ്? അൽ അഅല, ഏറ്റവും മുകളിലുള്ളവൻ. നിന്റെ റബ്ബ് ഏറ്റവും മുകളിലുള്ളവനാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു അടുത്തടുത്ത രണ്ടായത്തുകളിൽ പറഞ്ഞു, അഅമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. ഉപരിയിലുള്ളവൻ, ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തികളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ?
അവൻ നിങ്ങൾക്ക് നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങൾ നിർഭയരാണോ? അള്ളാഹു പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അവൻ അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു. അവന്റെ അർശ് എവിടെയാണ്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ. സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അരികിലേക്ക് ഒരു സഹാബിയുടെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമസ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. അവരെ ഈ സഹാബി അടിച്ചിരുന്നു, അന്യായമായി അടിച്ചതാണ്. ഒരടിമയെ അന്യായമായി അടിച്ചാൽ പിന്നെ അയാളെ മോചിപ്പിച്ചാലല്ലാതെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരടിമയെ അന്യായമായി അടിച്ചാൽ അയാളെ മോചിപ്പിച്ചാലല്ലാതെ പിന്നെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയില്ല. അതുകൊണ്ട് ഈ സ്ത്രീയെ മോചിപ്പിക്കാൻ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. സഹാബി ഈ അടിമ സ്ത്രീ മുഅ്മിനത്താണോ എന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അയ്നല്ലാഹ്, അല്ലാഹു എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാണ്? ആ സ്ത്രീ മറുപടി പറഞ്ഞു, അല്ലാഹു ഫിസ്സമാ അൻത റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? യഅതിഖഹാ ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവരെ മോചിപ്പിക്കും, അവർ മുഅ്മിനത്താണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഉപരിയിലാണ്. സൃഷ്ടി വേറെ, സ്രഷ്ടാവ് വേറെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആളുകൾക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സ്രഷ്ടാവില്ല. സ്രഷ്ടാവ് ആണെന്ന് വിചാരിച്ച് വേറെ ആളുകളെ വിളിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ വാദപ്രകാരം അബൂജഹൽ മുസ്ലിമായി മാറും. ഉത്ബത്തും ഷൈബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ജിഹാദ് നടത്തിയിട്ടുള്ളത്, ആരെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്, അവർ മുസ്ലിമായി മാറും. കാരണം അള്ളാഹു പറഞ്ഞു, വല ഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികളെ പടച്ചതാണ് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, തീർച്ചയായും അവർ പറയും അല്ലാഹുവാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി, ചോദിക്കൂ അവരോട്, ആരുടെ കയ്യിലാണ് എല്ലാത്തിന്റെയും ആധിപത്യം? ആരാണോ അഭയം നൽകുന്നത്, ആർക്കെതിരിൽ അഭയം നൽകാൻ സാധിക്കില്ലയോ അവനാരാണ്? സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. നിങ്ങളെ പടച്ചതാരാണ്? ഖുൽ മൻ ഖലഖകും, അവർ പറയും അല്ലാഹുവാണ്. പിന്നെന്താണ് പ്രശ്നം? അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ചില ആളുകൾ വേണം, അള്ളാഹുലേക്ക് ശുപാർശ ചെയ്യാൻ ചില ആളുകൾ വേണം എന്നാണ് അവർ പറഞ്ഞത്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അവർക്കറിയാമായിരുന്നു ഇലാഹിന്റെ അർത്ഥം എന്താണ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. സൂറത്ത് സാദിൽ അല്ലാഹു പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇതെന്താണ് മുഹമ്മദ്, എല്ലാ ഇലാഹിനെയും കൂട്ടി ഒറ്റ ഇലാഹാക്കിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ എന്നവർ പറഞ്ഞു. അവർക്ക് ഇലാഹിന്റെ അർത്ഥം മനസ്സിലായി. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാണ് വിലയുള്ളത്. അതല്ലാതെ അവൻ 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമah മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമിൽ ഈ ഹദീസ് കാണാം. യാ റസൂലുള്ളാഹ്, താങ്കളുടെ ശഫാഅത്ത് കൊണ്ട്, ശുപാർശ കൊണ്ട് പരലോകത്ത് സൗഭാഗ്യമടയുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, എനിക്ക് തോന്നിയിരുന്നു താങ്കളല്ലാതെ ഈ ചോദ്യം എന്നോട് വേറെ ആരും ആദ്യം ചോദിക്കുകയില്ലെന്ന്. എന്തുകൊണ്ടാണ്? അല ഹിർസിക ഫിൽ ഹദീസ്, ഹദീസ് പഠിക്കുന്നതിലുള്ള താങ്കളുടെ അതിയായ താല്പര്യം എനിക്കറിയുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിരുന്നു താങ്കളല്ലാതെ ഈ ചോദ്യം വേറെ ആരും ആദ്യം ചോദിക്കുകയില്ല. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്അദുൻ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. എന്റെ ശഫാഅത്ത് കൊണ്ട് പരലോകത്ത് സൗഭാഗ്യം അടയുന്നവൻ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ. ആ ഒരു വാക്കിലൂടെ മുശ്രിക്ക്, എല്ലാവിധത്തിലുള്ള മുശ്രിക്കും ഒഴിവായി. ഒരു മുശ്രിക്കിനും പിന്നെ അതിൽ സ്ഥാനമില്ല. പിന്നീട് റസൂലുള്ളാഹി പറയണം ഖാലിസൻ മിൻ ഖൽബിഹി, ഇഖ്ലാസോടെ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞവൻ. അതോടുകൂടി ആരൊഴിവായി? മുനാഫിഖ് ഒഴിവായി. കാരണം മുനാഫിഖ് പറഞ്ഞിട്ടുള്ളത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ്, മുസ്ലിമായാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതല്ലാതെ. അപ്പോൾ
എല്ലാ മുശ്രിക്കും എല്ലാ മുനാഫിഖും ഇതിൽ നിന്നൊഴിവാണ്. അതല്ലാത്ത തീർത്തും കറകളഞ്ഞ ദീനിലേക്ക് അതിലേക്കാണ് നബിമാരെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണ്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇതിലേക്കാണ് എല്ലാ നബിമാരും ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ നബിമാർ നഹ്നു മഅ്ശറൽ അംബിയാ അബ്നാഉ അല്ലാത്തിൻ, ഞങ്ങൾ നബിമാർ എന്ന് പറഞ്ഞാൽ അബ്നാഉ അല്ലാത്ത്. അബ്നാഉ അല്ലാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മമാര് വേറെ വേറെയാണ്, പക്ഷേ ഉപ്പ ഒന്നാണ്. അങ്ങനെയുള്ള മക്കൾ, അവരുടെ ഉമ്മമാർ വേറെയാണ്, പക്ഷെ ഉപ്പ ഒന്നാണ്. അങ്ങനെയുള്ള മക്കളാണ് ഞങ്ങൾ നബിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ അസ്ൽ ഒന്നാണ്, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ പരലോകത്തിലുള്ള വിശ്വാസം, നബിമാരുള്ള വിശ്വാസം, എല്ലാ വിശ്വാസ കാര്യങ്ങളും ഒരുപോലെ. എന്നാൽ ശരീഅത്തുകളിൽ വ്യത്യാസമുണ്ടാകും, ഹറാം ഹലാലുകളിൽ വ്യത്യാസമുണ്ടാകും, വിധിവിലക്കുകളിൽ വ്യത്യാസമുണ്ടാകും, ഇബാദത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് നമുക്ക് ഹലാലായ ചില കാര്യങ്ങൾ മുൻകാലത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾക്ക് ഹറാമായിരിക്കും. ഉദാഹരണത്തിന് ശനിയാഴ്ച അവർക്ക് മീൻ പിടിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരുന്നു. നമുക്കത് ഹറാമാണോ? അല്ല, നമുക്കത് ഹലാലാണ്. അതുപോലെ അവർക്ക് മാംസങ്ങളിൽ പലതിൻ്റെയും മാംസം നമുക്ക് ഹലാലായത് പലതും അള്ളാഹു അവർക്ക് ഹറാമാക്കിയിരുന്നു. പലതും അള്ളാഹു അവർക്ക് കടുത്ത നിയമങ്ങൾ കൊടുത്തത് അവരുടെ കുഫർ കാരണത്താലായിരുന്നു. ഇത് നിങ്ങൾ നോക്കൂ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മക്കളുടെ ശരീഅത്ത്, അവരുടെ ശരീഅത്തിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പരസ്പര വിവാഹം ചെയ്യാമായിരുന്നു. സഹോദരന്മാർക്കും ഒരു ആൾക്ക് തന്റെ സഹോദരി വിവാഹം ചെയ്യാമായിരുന്നു. കാരണം വേറെ പെണ്ണുങ്ങളില്ലല്ലോ നാട്ടിൽ, വേറെ ആരുള്ളത് ഇല്ല. അതുകൊണ്ട് അവർക്ക് യോജിച്ച നിയമം അതാണ്. അള്ളാഹു ആ നിയമമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കി. ഇതുപോലെ ഇബാദത്തിന്റെ വിശദാംശങ്ങളിൽ നമുക്കറിയാം, എല്ലാവർക്കും മുമ്പുള്ള ആളുകൾക്കും നമസ്കാരമുണ്ടായിരുന്നു. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി താങ്കൾ നമസ്കാരം നിലനിർത്തുക. പക്ഷേ നമസ്കാരം നമ്മുടെ ഇതുപോലെ ആയിരിക്കണമെന്നില്ല, നമ്മുടെ വഖ്തും നമ്മുടെ റക്അത്തും ആയിരിക്കണമെന്നില്ല. ഇനി നോക്കൂ, നോമ്പ് അള്ളാഹു പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നാൽ അവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ നോമ്പ് പോലെ ആയിരിക്കണമെന്നില്ല, സമയം ഇതുപോലെ ആയിരിക്കണമെന്നില്ല. അതുപോലെ അവർക്ക് മൗനവ്രതം ഉണ്ടായിരുന്നു പഴയ സമുദായങ്ങൾക്ക്. അതുകൊണ്ടല്ലേ സഖരിയ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഖാല റബ്ബി ജഅൽ ലീ ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമ الناس ثلاث ليال സവിയാ. അല്ലാഹു എനിക്കൊരു ആയത്ത് ഏർപ്പെടുത്തി തന്നാലും അല്ലാഹു പറയുന്നു, 3 ദിവസം നോമ്പ് നോൽക്കലാണ്. അതുപോലെ മറിയമിനോട് അല്ലാഹു പറയും, ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമ അൽയൗമ ഇൻസിയ. സൂറത്ത് മറിയമിൽ കാണാം. മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ജനങ്ങളുടെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ട് ചെല്ലുക, അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ അവരോട് പറയുക എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷയിലൂടെ പറയുക. എന്ത്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ റഹ്മാനായ റബ്ബിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്നാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു നോമ്പുണ്ടോ? ഇല്ല. ഒരാൾ അങ്ങനെ ഒരു നോമ്പ് നോക്കാൻ തീരുമാനിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. സംസാരിക്കാതെ എണീറ്റ് നിന്ന് വെയിലത്തിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ എന്താ പറഞ്ഞു? അയാള് സംസാരിക്കുകയില്ല, അതുപോലെ ഇരിക്കുകയില്ല എന്നൊക്കെ, ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ നോമ്പാക്കിയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് ഇരിക്കാൻ പറയും, അയാളോട് സംസാരിക്കാൻ പറയും. അയാൾ നോമ്പ് വീട്ടിക്കൊള്ളട്ടെ. ഏത്? ഭക്ഷണം കഴിക്കാതെ ഉള്ള നോമ്പ്. അപ്പൊ ഈ ഉമ്മത്തിൽ അങ്ങനെ ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ശരീഅത്ത് അതാണ് ഇനിയുള്ളത്. ബാക്കിയുള്ള ശരീഅത്ത് മുഴുവൻ മൻസൂഖായി പോയിരിക്കുന്നു, അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇനി ശരീഅത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തില്ലാതെ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വന്നാലും ജീവിക്കുന്നത്, ഭരണം നടത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദീനിന്റെ അസിൽ എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ളത് ഒന്നാണ്. അതെന്താണ്? വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. എങ്ങനെ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അവന് മാത്രമാക്കിക്കൊണ്ട്, വണക്കം അത് അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്. ഹുനഫ, എന്താണ് ഹുനഫ എന്ന് പറഞ്ഞാൽ? ഹനീഫ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഹുനഫ. ഹനീഫൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു ഇബ്രാഹിം നബിയെ ഒരുപാട് സന്ദർഭങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ഹനീഫൻ. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. അവർ പറയുന്നു, നിങ്ങൾ ജൂതന്മാരാവുക അല്ലെങ്കിൽ നസ്രാനികളാവുക, എന്നാലേ നിങ്ങൾ ഹിദായത്തിലാവുകയുള്ളൂ. ജൂതൻ പറയുന്നു ജൂതനാകണമെന്ന്, നസ്രാനി പറയുന്നു നസ്രാനിയാകണമെന്ന്, എന്നാലേ ഹിദായത്തിലാവുമെന്ന്. ഖുൽ, പറയുക, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ, അല്ല, ഹനീഫായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. ഇബ്രാഹിം നബിയെ കുറിച്ച് അവകാശവാദം ഉന്നയിച്ച പല ആളുകളെ കുറിച്ചും അല്ലാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ ഇന്ന ഔല الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയായിരുന്നില്ല, വലാ നസ്രാനിയായിരുന്നില്ല. ഇവരൊക്കെ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ്. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, മറിച്ച് ആരായിരുന്നു? ഹനീഫായ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടുന്ന് ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധമുള്ളത് ആർക്കാണ്? ലല്ലദീന തബഉ, ഇബ്രാഹിം നബിയെ ഇത്തിബാ ചെയ്തവർക്കാണ്. ഇത്തിബാ ആണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. ഇത്തിബാ ഇല്ലാതെ, അനുസരണമില്ലാതെ സ്നേഹമുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വഹാദൻ നബി, പിന്നെ ഇബ്രാഹിം നബിയോട് അടുത്തതാരാണ്? ഈ നബിയാണ്, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകളുടെ വലിയാകുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളതാണ് ഹനീഫ് എന്ന വാക്ക്. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഷെയ്ഖ് സാദി പറയുന്നു, ഐ മുഅ്രിദീൻ മാഇലീൻ അൻ സായിരിൽ അദിയാനിൽ മുഖാലിഫ ലിദീനി തൗഹീദ്. എല്ലാ ദീനിൽ നിന്നും, സകലമായ പിഴച്ച ദീനിൽ നിന്നും, അവരുടെ ആശയങ്ങളിൽ നിന്നും, അവരുടെ ആചാരങ്ങളിൽ നിന്നുമെല്ലാം തൗഹീദിന്റെ ദീനിലേക്ക് മനസ്സ് ചാഞ്ഞവൻ, അവനാണ് എന്ത് പറയുക? ഹനീഫ് എന്ന് പറയുക. എല്ലാ ശിർക്കും, പ്രത്യേകിച്ച് ശിർക്ക് കൊടികുത്തി വാഴുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കിയിട്ടുള്ളത്? തൗഹീദിൽ ഉറച്ചു നിന്നിട്ടുള്ളത്. എല്ലാ നാലുപാടും ശിർക്കാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ പിതാവ് ആസർ, അയാള് ബിംബാരാധകനായിരുന്നു. ആസറിനോട് പറഞ്ഞു, ഖാല ഇബ്രാഹിമു ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. ഉപ്പ, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാണാത്ത, ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെ. അതുപോലെ രാജാവിനോട് ചെന്ന് പറഞ്ഞു, എല്ലാവരോടും തൗഹീദ് പറഞ്ഞു, അതിനുവേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് മക്കയിൽ ജീവിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. ശിർക്ക് ചെയ്യാതെ ഇബ്രാഹിം നബിയുടെ ദീനിൽ ജീവിച്ച ചില ആളുകൾ, വളരെ ചുരുക്കം ചില ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് പറയപ്പെടുന്ന പേര് തന്നെ ഹനീഫിയൂൻ എന്നാണ്. എന്താണ് ഹനീഫിയൂൻ? അഥവാ ഹനീഫായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹനീഫായ ദീനിൽ ഉറച്ചു നിന്ന ആളുകൾ. അങ്ങനെ ചില ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് തന്നെ.
അവരാണ് പരലോകത്ത് രക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബിയുടെ ദീനിൽ അവർ നിന്നിരുന്നു. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് അവിടെ എത്തിയിരുന്നു ആ കൗമിൽ. അതുകൊണ്ടാണ് അവിടെ മുശ്രിക്കുകളായി മരിച്ചുപോയ ആളുകൾക്ക് ഫത്രത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്തത്. ഫത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നബി മുതൽ ഒരു നബി വന്ന് മറ്റൊരു നബി വരുന്നത് വരെയുള്ള കാലം, ഇടവേള, നബിമാരില്ലാത്ത കാലം, നബിമാരുടെ ദഅവത്ത് എത്താത്ത കാലം എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ നബിമാർ ജീവിച്ചിരിക്കാത്ത കാലം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഫത്രത്താവുമല്ലോ. ഇപ്പൊ ഇന്ന് നബി ഉണ്ടോ? ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഫത്രത്തല്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും വിഷയത്തിൽ തർക്കിച്ചു. അവർ കാഫറുകളായിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളത്. ഷെയ്ഖ് അൽബാനി പറഞ്ഞു ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ ആതിഫത്തിനെതിരാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ ആതിഫ. എന്താണ് ആതിഫ? വികാരം. നമ്മളൊക്കെ വികാരത്തിനെതിരാണ്. ശരിയാണ്. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ വികാരത്തിനെതിരാണ്. പക്ഷേ വികാരത്തിനല്ല പ്രസക്തിയുള്ളത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ ആ ഹത്തിനാണ് പ്രസക്തിയുള്ളത്. വികാരത്തിന് അവിടെ പ്രസക്തിയില്ല. മാത്രമല്ല അതിലുള്ള വലിയ പാഠങ്ങളുണ്ട്. എത്ര വലിയ ആളുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ഏറ്റവും അടുത്ത ബന്ധുക്കളായതുപോലും അവർക്ക് പരലോകത്ത് പ്രയോജനപ്പെടില്ല എന്ന വലിയ പാഠമാണ് അതിലുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, യാ ഫാത്തിമ ഖൈതഅതകബദി, കരളിന്റെ കഷ്ണമായ ഫാത്തിക, എന്താണ് മോളെ ദുനിയാവിൽ വേണ്ടത് ചോദിച്ചോളൂ, പറ്റുന്നത് ഞാൻ തരാം. പക്ഷേ അൻഖിദി നഫ്സകി മിനൻ നാർ ലാ ഉഗ്നി അൻകി ശൈഅ, നരകത്തിൽ നിന്ന് നീ നിന്നെ കാത്തുകൊള്ളണം, നിന്നെ സഹായിക്കാൻ എനിക്ക് ആവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിം ഉമ്മത്തിന്റെ ആതിഫത്തിനെതിരാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അതിനാണ് ഏറ്റവും വിലയുള്ളത്. ഈ പാഠമാണ് അതിലുള്ളത്. ഒരാൾ ഷെയ്ഖ് അൽബാനിയുടെ ഈ വിഷയത്തിൽ തർക്കിച്ചു. എന്നിട്ട് പറഞ്ഞു അത് നബിമാർ വരാത്ത കാലത്തായിരുന്നല്ലോ അവർ ജീവിച്ചത്. അപ്പൊ പറഞ്ഞു പത്രത്തിന്റെ കാലം എന്നാണ് അതിന് പറയുക, ഇടവേള. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇടവേളയല്ല, കാരണം നബിമാരുടെ ദഅവത്ത് അവിടെ ഉണ്ട്, ദഅവത്ത് എത്തിയിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു ഈ ദഅവത്തല്ല, നബിമാരുണ്ടാണ്, എന്നാലേ പത്രത്തിന്റെ കാലം അല്ലാതിരിക്കൂ എന്ന് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി പറഞ്ഞു അപ്പൊ നീ ഇപ്പൊ പത്രത്തിന്റെ കാലത്തായിരിക്കുമല്ലോ ജീവിക്കണേ, കാഫറായിട്ട് മരിച്ചാൽ രക്ഷപ്പെടുമോ? പരലോകത്ത് അള്ളാഹിനോട് ഈ ഒഴിവ് കഴിവ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഇവിടെ ഉണ്ട്. എന്നാൽ നബിമാരുടെ ഒന്നും ദഅവത്ത് എത്താത്ത ചില കാലം, ചില സന്ദർഭം, ചില സ്ഥലങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ദഅവത്ത് എത്താതെ മരിച്ചുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് ഒരു പരീക്ഷണം ഏർപ്പെടുത്തുമെന്നാണ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭ്രാന്തനായ, അതുപോലെ തീരെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും പ്രായമെത്തിയിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ പരലോകത്ത് അല്ലാഹു ചില ഒരു പരീക്ഷണം ഏർപ്പെടുത്തും, ഒരു തീയിലേക്ക് പോകാൻ പറയും. അങ്ങനെ ചില ആളുകൾ അല്ലാഹു പറഞ്ഞ ഉടനെ ആ തീയിലേക്ക് പോകും. വേറെ ചില ആളുകൾ പറയും അല്ലാഹു ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചത്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആ തീയിലേക്ക് പോയവരെ അള്ളാഹു സ്വർഗത്തിലാക്കും, പോകാത്തവരെ അള്ളാഹു നരകത്തിലാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പത്രത്തിലുള്ള ജീവിച്ച ആളുകൾക്കും ആ ആനുകൂല്യം കിട്ടിയേക്കാമെന്നാണ്. പക്ഷേ നബിമാരുടെ ദഅവത്ത് എത്തിയാൽ അത് പിന്നെ പത്രത്തിന്റെ കാലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നബിയുടെ നിയോഗത്തിന് മുമ്പ് ഇബ്രാഹിം നബിയുടെ ദീനിൽ ജീവിച്ച ആളുകൾക്കും ഹനീഫിയൂൻ എന്നാണ് പറയുക. ഇതാണ് യഥാർത്ഥത്തിൽ ഹനീഫിന്റെ അർത്ഥം. എല്ലാ ശിർക്കിന്റെയും മറ്റുള്ള ദീനിൽ നിന്നും ഒഴിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആൾ, അതാണ് അതിന് ഏറ്റവും ശരിയായിട്ടുള്ള അർത്ഥം, ഏറ്റവും ജാമ്യമായിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥം അതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നമസ്കാരവും സകാത്തും ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ചു. വഖസ്സ സ്വലാത വസ്സകാത ബിദ്ദിക്ർ. ഷെയ്ഖ് സഅദി പറയുകയാണ് അല്ലാഹു നമസ്കാരവും നോമ്പും പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് മഅ അന്നഹുമാ ദാഖിലാനി ഫി ഖൗലിഹി ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിൽ ഇബാദത്തിൽ ഈ നമസ്കാരവും സക്കാത്തൊക്കെ പെട്ടു. എന്നിട്ടും അല്ലാഹു ഇത് പറഞ്ഞിട്ടുള്ളത്
ലിഫദ്ലിഹിമാ വശറഫിഹിമാ. എന്തിനാണ്? നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത കാരണത്താൽ, വലിയ ഷറഫ് അതിനുണ്ട്, അതുകൊണ്ടാണ്. വകൗനിഹിമാ അൽ ഇബാദതൈനി അല്ലതൈനി മൻ ഖാമ ബിഹിമാ ഖാമ ബിജമീഇ ശറാഇ അദ്ദീൻ. ഒരു തത്വം എന്താണ് പറഞ്ഞാൽ, നമസ്കാരം മുറ പോലെ ചെയ്യുക, യഥാർത്ഥ നിലക്ക് ചെയ്യുക. സകാത്ത് അതിന്റെ മുറക്ക് കൊടുക്കുന്ന അവൻ, അങ്ങനെയുള്ളവൻ ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിലെ മറ്റുള്ള കാര്യങ്ങൾ പാഴാക്കി കളയുകയില്ല എന്നാണ്. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അമലുൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. അവനും അള്ളാഹുവും മാത്രം ബാധിക്കുന്ന ഇബാദത്താണ്. സകാത്ത് എന്ന് പറഞ്ഞാലോ അതിൽ സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവന്റെ സമ്പത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വസ്സദഖതു ബുർഹാനുൻ. സദഖ എന്ന് പറഞ്ഞാൽ അത് ബുർഹാനാണ്, തെളിവാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവൻ സദഖ കൊടുക്കാന്നുള്ളത്. കാരണം അവൻ സമ്പാദിച്ചതാണ്, അവൻ ഉപയോഗിക്കാനുള്ളതാണ്. അവൻ കൊടുക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന് വിശ്വാസമുള്ളത് കൊണ്ടാണ്, പരലോകത്ത് എനിക്ക് കിട്ടും എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അത് കൊടുക്കുന്നത്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, വല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾ, ബില്ലൈലി വന്നഹാർ, രാവും പകലും, അതുപോലെ സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കൽ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, പോകാനുള്ള പരലോകത്തെ ഓർത്ത് അവർ പേടിക്കേണ്ടി വരികയില്ല, വിട്ടുപോയ ദുനിയാവിനെ ഓർത്ത് അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. അത്രയും വലിയ പ്രതിഫലം അവർക്കുണ്ട്. ഈ രണ്ട് അമലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില الناس حتى يقولوا لا اله الا الله ويقيموا الصلاه ويؤتوا الزكاه. ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവോളം, അവർ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവോളം. അങ്ങനെ തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമസ്കരിക്കാത്തവൻ വിധി എന്താണ്? അവൻ കാഫിറാണ്, അവർ കാഫിറാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാത്ത് ഫമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം, നമുക്കും അവർക്ക് നൽകാന കാഫിറുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും, നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. ആരത് ഉപേക്ഷിച്ചു അവൻ കാഫിറായി പോയിരിക്കുന്നു. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു എഴുത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതിയത് കാണാം. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരമാണ്, കർമ്മങ്ങളിൽ. മൻ ഹഫിളഹാ വഹാഫള അലൈഹാ ഫഖദ് ഹഫിള ദീനഹു. ആരെങ്കിലും അത് സൂക്ഷിച്ചാൽ, അതിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ, അവൻ അവന്റെ ദീൻ സൂക്ഷിച്ചിരിക്കുന്നു. യഥാർത്ഥ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ ഉള്ളും പുറവും? അത് പ്രത്യേകം മനസ്സിലാക്കണം. ഉള്ളും പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ? അങ്ങനെ നമസ്കരിക്കുന്നവൻ ഒരിക്കലും മോശമാവുകയില്ല. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മോശവും വൃത്തികെട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്ന, നമ്മളെ തടയുന്നില്ലെങ്കിലോ നമസ്കാരം ശരിയായിട്ടില്ല എന്നാണ്. നമസ്കാരത്തിൽ ഖുശൂ ശരിയായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമസ്കാരം ജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്തതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഖാബ വഖസിർ. തീർച്ചയായും ഒരു മനുഷ്യൻ പരലോകത്ത് അവന്റെ അമലുകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ്? നമസ്കാരത്തെ കുറിച്ചാണ്. ആരുടെങ്കിലും നമസ്കാരം നന്നായാൽ ഫഖദ് അഫ്ലഹ വഅൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ആരുടെയെങ്കിലും അത് ഫസാദായി പോയാൽ ഖാബ വഖസിർ, അവൻ പരാജിതനായിരിക്കുന്നു. അതുകൊണ്ടാണ് നമസ്കാരം മുസ്ലിമിന്റെ അടയാളമാണത്. അത് ഉപേക്ഷിച്ചാൽ കാഫിറായി പോകുമെന്നാണ്. സഹാബത്ത് പറയുന്നു, മറ്റൊരു അമലും ഉപേക്ഷിക്കുന്നത് കുഫറായി ഞങ്ങൾ കണ്ടിട്ടില്ല നമസ്കാരമല്ലാതെ.
എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സക്കാത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന അസ്സകാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കുകൾക്ക് നാശം, അവരെന്ത് ചെയ്യുന്നില്ല? സക്കാത്ത് കൊടുക്കുന്നില്ല. മുശ്രിക്കുകളുടെ അടയാളമായി അല്ലാഹു പറഞ്ഞിട്ടുള്ളൊരു കാര്യം സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മുസ്ലിമിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കാന്നുള്ളത്. അത് കൊടുക്കാത്തവന് ആ ധനം ചുട്ടുപഴുപ്പിച്ച് നാളെ പരലോകത്ത് അവന്റെ പുറത്തും അവന്റെ ശരീരത്തിൽ ചൂടുവെക്കപ്പെടും. അതുപോലെ പാമ്പായി വന്ന് അവനെ കൊത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോടാണ് ജിഹാദ് നടത്തിയിട്ടുള്ളത്? സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിഹാദ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അബൂബക്കറിനോട് ചോദിക്കാൻ, യാ അബൂബക്കർ, എങ്ങനെയാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് ജിഹാദ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നത് വരേക്കും ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് താങ്കൾ അത് പറഞ്ഞ ആളുകളോട് സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുള്ള പേരിൽ യുദ്ധം ചെയ്യുന്നത്? അബൂബക്കർ സിദ്ദീഖിന്റെ പ്രസിദ്ധമായ വാക്കുണ്ട്. എന്താണത്? വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅതൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി. അല്ലാഹുവിന്റെ റസൂലിന് അവർ കൊടുക്കാറുണ്ടായിരുന്ന ഒരൊട്ടകത്തെ കെട്ടാനുള്ള കയറാണ് അവരെനിക്ക് തരാതിരിക്കുന്നതെങ്കിൽ പോലും അവർ സക്കാത്തായി റസൂലുള്ളാഹിക്ക് കൊടുക്കാറുണ്ടായിരുന്നത് ഒട്ടകത്തെ കെട്ടാനുള്ള ഒരു കയറാണ് എന്ന് കൂട്ടിക്കോളൂ. അതാണ് അവർ എനിക്ക് തരൂല എന്ന് പറയുന്നതെങ്കിലും ശരി, ഞാൻ അവരോട് ജിഹാദ് നടത്തുക തന്നെ ചെയ്യും. കാരണം സക്കാത്തിന്റെ പ്രാധാന്യം അത്രയുമുണ്ട്. അത് മാത്രമല്ല, അതിലുള്ള മറ്റൊരു വിഷയം എന്താണ്? നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. ബാക്കിയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചവൻ, ബാക്കിയുള്ള കർമ്മങ്ങൾ റുക്കിന് തന്നെ, അഥവാ ഇസ്ലാം കാര്യങ്ങളിൽ ബാക്കിയുള്ള 3 തന്നെ ഉപേക്ഷിച്ചവൻ കാഫിറാകില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം. പക്ഷേ ഇസ്തിഹ്ലാൽ നടത്തിയാൽ അവൻ കാഫിറാവും. ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ കൊടുക്കാതിരിക്കുന്നത്, അവൻ മടി കൊണ്ട് കൊടുക്കാത്തത് അല്ലെങ്കിൽ പിശുകൊണ്ട് കൊടുക്കാത്തത്, എങ്കിലും അവൻ കാഫിറാവുകയില്ല. പക്ഷേ കൊടുക്കണ്ടെന്നാണ് അവൻ പറയുന്നത്. അവന്റെ വാദം എന്താ? ഇതൊക്കെ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണെങ്കിലോ കാഫിർ. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഒരു ഹറാം, ഒരാൾ ഹറാം ചെയ്യുകയാണ്, അവൻ വിശ്വസിക്കുന്നില്ല ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അവൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ശൈത്താന്റെ പ്രേരണ കൊണ്ട് അവൻ ചെയ്തു പോവുകയാണ്. അവൻ കാഫിറല്ല, അഹ്ലുസ് സുന്നത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ഒരാൾ വൻപാപം ചെയ്തതുകൊണ്ട് അയാൾ കാഫിറായി പോവുകയില്ല. പക്ഷെ ഇസ്തിഹ്ലാൽ നടത്തിയാലോ, ഇത് ചെയ്യാമെന്ന് അനുവദനീയമാണെന്ന് പറഞ്ഞാലോ കാഫിറായി പോയിരിക്കും, ഇസ്ലാമിന് പുറത്തു പോയിരിക്കും. അതാണ് പല കാര്യങ്ങളും. വിശ്വാസമാണ് വളരെ പ്രധാനം. ഇപ്പൊ ഒരു അമൽ, ഒരാളൊരു സുന്നത്ത് ഒരാൾ ഉപേക്ഷിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചര്യ ഒരാൾ ഉപേക്ഷിക്കുന്നു, അത് നിർബന്ധമുള്ള ചര്യയാണെങ്കിൽ അവൻ അതിന്റെ പാപം ലഭിക്കും. താടി വളർത്തുക എന്നതുപോലെ അത് ചെയ്താൽ കൂലിയും ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തതും എന്ന ഗണത്തിലല്ല യഥാർത്ഥത്തിൽ താടി വളർത്തുക എന്നത് പെടുക. അത് വാജിബാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, അത് പറയാൻ സമയമില്ല. ഒരുപാട് തെളിവുകൾ അതിന് ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരാളത് ഒഴിവാക്കി, അയാൾക്ക് അതിന്റെ പാപം രേഖപ്പെടുത്തപ്പെടും. പക്ഷേ അയാൾ കാഫിറെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരാൾ താടിയെ പരിഹസിച്ചാലോ, താടി വളർത്തിയതിന്റെ പേരിൽ വേറൊരുത്തിനെ പരിഹസിച്ചാലോ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോകും. അല്ലാഹ്, ഇത്ര ആളുകൾ വിവരമില്ലാതെ അറിയാതെ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് നമസ്കാരം, അതുപോലെ സക്കാത്ത്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ സുൽഹ് സൂചിപ്പിക്കുന്ന, മുസ്ലിങ്ങൾ നല്ലവരാണ്, ഉമ്മത്തിന്റെ സലാഹിയത്ത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കാനുള്ളത്. ആ ഒരു നാട്ടിലെ മുസ്ലിങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നു, അവർ സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിനെ അനുഗ്രഹിക്കും. അവർക്ക് ഇഹലോകത്തും പരലോകത്തും അല്ലാഹു റഹ്മത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ അവർ പഠിപ്പിച്ചതാണല്ലോ, 7 വയസ്സായാൽ അവരോട് കൽപ്പിക്കുക, 10 വയസ്സായാൽ അവരോട് നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അതിന്റെ പേരിൽ അടിക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ് അവിടെ. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് ചോദിക്കുകയാണ്, അസല്ലൽ ഗുലാം, എന്താണ് ചോദിക്കുന്നത്? ഈ കുട്ടി നിസ്കരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ, അലി, നബിയുടെ മകളെയും മകളുടെ ഭർത്താവിനെയും തഹജ്ജുദിന്റെ സമയത്ത് വന്ന് മുട്ടുകയാണ്. എന്നിട്ട് പറയണം, അല തുസല്ലിയാൻ, നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഫർദല്ല, പിന്നെയോ മുസ്തഹബായ വളരെ പുണ്യകരമായ തഹജ്ജുദിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു വിളിക്കുകയാണ്. അതും നമസ്കാരം, അത് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഈ തഫ്സീർ പറയുന്നതിനിടയിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് കുറച്ചധികം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ്സലാത വയുത്തുസ്സകാത. ബാക്കി എന്താണ്? വദാലിക ദീനുൽ ഖയ്യിമ. അതായത് വദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അതിന്റെ അർത്ഥം. ഷെയ്ഖ് സഅദി പറയുന്നു, ഐ അത്തൗഹീദ് വൽ ഇഖ്ലാസ് ഫിദ്ദീൻ. അത്തൗഹീദ് വൽ ഇഖ്ലാസ് ഫിദ്ദീൻ, ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായ തൗഹീദും ഇഖ്ലാസും. ഹുവ ദീനുൽ ഖയ്യിമ, അതാകുന്നു അദ്ദീനുൽ മുസ്തഖീം. ഖയ്യിം എന്ന് പറഞ്ഞാൽ മുസ്തഖീം, നേരായ എന്നാണ് അതിന്റെ അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് അങ്ങനെയല്ല തോന്നുന്നു അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അഫ്വൻ, മുസ്തഖീം എന്നാണ് അതിന്റെ അർത്ഥം, നേരായത്. ഖയ്യിമ അൽ മൂസിൽ ഇലാ ജന്നാത്തിൻ നഈം. ഈ ഖയ്യിമത്തായ ദീനിലൂടെ നമ്മൾ സഞ്ചരിച്ചാലാണ് എവിടെ എത്തുക? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തുക. വമാ സിവാഹു ഫതുറുഖുൻ മൂസിലത്തുൻ ഇലൽ ജഹീം. അതല്ലാത്ത, ഈ ദീനല്ലാത്ത എല്ലാ മാർഗങ്ങളും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മാർഗങ്ങളാണ്. വഅന്ന ഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. ഇതാകുന്നു റബ്ബിന്റെ യഥാർത്ഥത്തിലുള്ള ദീൻ, അത് നിങ്ങൾ പിൻപറ്റുക. അതല്ലാത്തതിനെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. തൗഹീദും ഇഖ്ലാസും ഇതാകുന്നു ദീനുൽ ഖയ്യിമ. ആ രണ്ടായത്ത്, ഈ ഒരു ആയത്ത് ഒന്ന് ഓതിയതിനു ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن شاء الله ബാക്കി ഇനി ബുധനാഴ്ചയാണ് നമ്മുടെ ക്ലാസ്. അന്ന് ഇതിന്റെ ബാക്കി പറയാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.